ഞങ്ങളുടെ പരമ്പരാഗത ഭക്ഷണത്തിൽ ഒന്നാണ് റാഗി മുദ്ദ പുട്ട്. റാഗി മുദ്ദ പുട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മുത്താറി, നമ്മൾ വിളഞ്ഞ മുത്താറി കൊണ്ടുവന്ന് ഉണക്കിയെടുത്ത് പാകത്തിന് ഉണക്കിയെടുത്ത് അത് നമ്മുടെ വീട്ടിലെ റാഗി കല്ലിൽ തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് അതിനെ ജല്ലടയിലിട്ട് അരിച്ച് പൊടി മാറ്റിയെടുക്കുന്നു. പൊടി മാറ്റിയെടുത്തിട്ട് നമ്മൾ തീ അടുപ്പിൽ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ പൊടി അതിലേക്കിട്ട് കുറുക്കിയെടുക്കുന്നു. കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കതിന് വേണ്ട ആ പാത്രത്തിലേക്ക് അമർത്തി പിടിക്കാൻ വേണ്ട കൗരി എന്ന ഉപകരണം പാത്രത്തിലേക്ക് അമർത്തി പിടിക്കുകയും പുട്ട് വിരകാനുള്ള പുട്ട്കോള എന്ന ഉപകരണം കൊണ്ട് പൊടി ഇട്ടതിന് ശേഷം പിന്നെയും കട്ടി വരുത്താൻ വേണ്ടി വിരകുകയും വലിച്ച് നല്ല മുറുക്കം ഉണ്ടാവും. ആ മുറുക്കം വരുന്നതിനനുസരിച്ച് വലിച്ച് വിരകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വേവാണ്ടിരുന്നാൽ അതിൽ കട്ട പിടിക്കും. വിരകൽ കൂടുന്നതിനനുസരിച്ച് നമ്മൾ വലിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് പുട്ടിൻ്റെ രുചി കൂടും. അത് നമ്മൾ വിരകുമ്പം അതിനൊരു സമയമുണ്ട്. അപ്പോൾ അതിൽ വിരകുന്നത് തെറ്റിപ്പോയാൽ കട്ട പിടിച്ച് അത് നാശമായി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് വെന്ത് കഴിയുമ്പം കയ്യിൽ ഒട്ടാത്ത രീതിയിലാണ് നമുക്ക് ആ പുട്ട് കിട്ടുകയാണെങ്കിൽ അത് വെന്തു എന്നും അതിൻ്റെ സ്മെല്ലിൻ്റെ മണം നല്ല മണം വരികയാണ് അത് വെന്തു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ വെന്ത പുട്ടിനെ ചൂടോടെ നമ്മൾ ഒരു പ്ലേറ്റിൽ പച്ചവെള്ളം എടുത്ത് വെച്ച് ചൂടോടെ ചെറിയ ഉരുളകളാക്കി പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു. അതിനെ നമ്മളത് സാധാരണ ഇതാണ് പുട്ട്, റാഗി മുദ്ദ പുട്ട്. ഈ പുട്ടിനെ ഞങ്ങൾ പുഴയിൽ നിന്നും ചെറുമീനുകളെ പിടിച്ചു കൊണ്ടുവന്ന് മീൻ കറി ഉണ്ടാക്കി പുട്ടും മീൻ കറിയും കൂട്ടിയിട്ടാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ സാധാരണ എല്ലാ കറിയും കൂട്ടി ഉപയോഗിക്കാറുണ്ട്. പുട്ടുങ്ക മീനു നിച്ചുങ്ക ഇറച്ചി എന്നാണ് നമ്മളെ ചൊല്ല്.